നിങ്ങളുടേതല്ലാത്ത ഒരു റീസൺ കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് ബ്രേക്കപ്പ് പറഞ്ഞു. നിങ്ങൾക്കാണെങ്കിൽ അവരുടെ പുറകെ പോയി അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റി അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്ന ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ നിങ്ങളെ മിസ് ചെയ്യും. ഒന്ന്, ഒരു പെർഫെക്റ്റ് ക്ലോഷർ കിട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡ് ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയോ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി സൈലന്റ് ആവുക. രണ്ട്, നിങ്ങളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ആർഗ്യുമെന്റിന് നിൽക്കാതിരിക്കുക. മൂന്ന്, അവർക്ക് നിങ്ങളെ ഡെയിലി ആക്സസ് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതായത് ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് ഉറപ്പുവരുത്തുന്ന രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാതിരിക്കുക. നെക്സ്റ്റ്, നിങ്ങളുടെ ഇമോഷണൽ സൈഡ് ലീക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ ഇമോഷണലി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പെയിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ വളരെയധികം വിഷമത്തിലായിരിക്കാം, പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയണം, അല്ലെങ്കിൽ ആ വ്യക്തി അറിഞ്ഞേ തീരൂ എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ അവരെ നിരന്തരം വിളിക്കുക, മെസ്സേജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ്, നിങ്ങളുടെ ഇമോഷൻസിനെ ലൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു പക്ഷെ പല ഇമോഷൻസ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നുണ്ടായിരിക്കുക, പക്ഷെ അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെയധികം വിഷമം വരുന്നുണ്ട്, കരയാനാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കരയുക എന്നുള്ളതാണ്. അതല്ലാതെ ഇമോഷൻസിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പുറകെ പോവേണ്ട ഒരു കാര്യവും ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ആബ്സെൻസ് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രസൻസിന് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവർ തിരികെ വരും. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങളൊരു ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു അഫർമേഷൻ ഉണ്ട്, ചേസിങ് അഫർമേഷൻ. സോ അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ചേസിങ് അഫർമേഷൻ എന്നുള്ളത് അയച്ചു തരാം.